മഹാരാഷ്ട്രയിൽ ഓപ്പറേഷൻ ടൈഗർ അവസാന ഘട്ടത്തിലേക്ക്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ 9-ൽ 6 പേർ വിമതപക്ഷത്തെന്നാണ് റിപ്പോർട്ട്. പാർട്ടി വിടുന്നവർ MP സ്ഥാനം രാജിവെച്ച് പോകണമെന്ന് സഞ്ജയ് റൌട്ട് ആവശ്യപ്പെട്ടു. പ്രതിരോധ നീക്കങ്ങളും ഉദ്ധവ് താക്കറെ വിഭാഗം സജീവമാക്കിയിട്ടുണ്ട്. കാണാം, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട്. മഹാരാഷ്ട്രീയം. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ച വിമത നീക്കത്തിലൂടെ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി സർക്കാരിനെ അട്ടിമറിച്ച് മുഖ്യമന്ത്രി പദം സ്വന്തമാക്കിയ ഏക്നാഥ് ഷിൻഡെ ഇന്ന് മറ്റൊരു ദൗത്യത്തിലാണ്. ഓപ്പറേഷൻ ടൈഗർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുമ്പായി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ 3-ൽ 2 MP-മാരെയും അടർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. 2022-ൽ ഗുരുതര ക്രോസ് വോട്ടിംഗ് നടന്ന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ വിളിച്ച യോഗത്തിലേക്ക് അദ്ദേഹത്തിന്റെ വലങ്കൈയായി അറിയപ്പെട്ടിരുന്ന ഏക്നാഥ് ഷിൻഡെ എത്തിയില്ല. 11 MLA-മാരുമായി സൂറത്തിലേക്ക് മുങ്ങിയ ഷിൻഡെ പിന്നെ പൊങ്ങിയത് ഗുവാഹത്തിയിൽ 40 MLA-മാരുമായി. മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചാണ് ഷിൻഡെ മുംബൈയിൽ മടങ്ങിയെത്തിയത്. ഉദ്ധവ് താക്കറെയ്ക്കാകട്ടെ മുഖ്യമന്ത്രി കസേരയ്ക്കൊപ്പം തന്റെ പാർട്ടിയും ചിഹ്നവും നഷ്ടമായി. വീണ്ടും ഒരു പിളർപ്പിന്റെ ഭീഷണിയിലാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. പാർട്ടിയുടെ 9 ലോക്സഭാംഗങ്ങളിൽ 6 പേർ ഷിൻഡെ വിഭാഗത്തിലേക്ക് മാറാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഉദ്ധവ് വിളിച്ച യോഗത്തിലേക്ക് 5 പേർ എത്തിയില്ല. പിന്നാലെയാണ് ഓപ്പറേഷൻ ടൈഗറിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. വിമത MP-മാരിൽ 5 പേർ ഇതിനകം ഡൽഹിയിലെത്തിയിട്ടുണ്ട്. കടുത്ത മുൻകരുതൽ നീക്കങ്ങളുമായി ഉദ്ധവ് താക്കറെ വിഭാഗം സജീവമാണ്. വിമത വിഭാഗത്തിന് ലോക്സഭയിൽ പ്രത്യേക ഗ്രൂപ്പായി അംഗീകാരം നൽകരുതെന്നാവശ്യപ്പെട്ട് പാർട്ടി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയച്ചു. ഭരണഘടന പ്രകാരം രാഷ്ട്രീയ പാർട്ടിയിലെ പിളർപ്പിന് ഇനി നിയമസാധുതയില്ലെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടി മാറാൻ വിമതർക്ക് 50 കോടി രൂപ വാഗ്ദാനം ചെയ്തതായും 15 കോടി രൂപയും ചാർട്ടേഡ് വിമാനവും നൽകിയതായും സഞ്ജയ് റൌട്ട് ആരോപിച്ചു. मुळात त्याने एक मान्य केलं की आम्ही अजूनही टायगर आहोत. भाव तोच आहे, हमी भाव 50 कोटी. पण आज रात्रीपर्यंत सगळ्यांना 15 कोटी रुपये त्यांना आज रात्री पोचतायत आणि मग ते खासदार दिल्लीमध्ये येतील. त्याशिवाय ते विमानात बसायला तयार नाही. പാർട്ടി വിടുന്നവർ MP സ്ഥാനം രാജിവെച്ച് NDAയിൽ പോകണമെന്നും റൌട്ട് ആവശ്യപ്പെട്ടു. വിമതരോട് ഇത്തവണ ജനങ്ങൾ സഹിക്കില്ലെന്നും ജനങ്ങൾ പ്രതികരിക്കുമെന്നും സഞ്ജയ് റൌട്ട് മുന്നറിയിപ്പ് നൽകി. നാളെ രാവിലെ 11 മണിക്ക് ഡൽഹിയിൽ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ MP-മാർക്കും പാർട്ടി വിപ്പ് നൽകി. വിമതർ വിട്ടുനിന്നാൽ പുറത്താക്കാനാണ് നീക്കം. അതേസമയം ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ നാളെ ചേരുന്ന യോഗത്തിന് ശേഷം സ്പീക്കറെ കാണാനാണ് വിമതരുടെ നീക്കം. ശിവസേന സ്ഥാപക ദിനമായ ജൂൺ 19 മുമ്പായി ഓപ്പറേഷൻ ടൈഗർ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുമെന്നാണ് ഷിൻഡെ വിഭാഗത്തിന്റെ അവകാശവാദം. തൃണമൂൽ കോൺഗ്രസിന്റെ പിളർപ്പ് വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ ടൈഗർ സജീവമാക്കിയത്. അതിനിടെ സമാജ്വാദി പാർട്ടിയിലും വലിയ പിളർപ്പിന് സാധ്യതയെന്നും നിരവധി SP നേതാക്കൾ BJPയിൽ ചേരാൻ തയ്യാറാണെന്നുമുള്ള അവകാശവാദവുമായി ഉത്തർപ്രദേശ് മന്ത്രിയും സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി പ്രസിഡന്റുമായ ഓം പ്രകാശ് രാജ്ഭർ രംഗത്ത് വന്നു. ഗോമതി നദീതട അഴിമതി കേസിൽ നിന്നും രക്ഷ നേടാൻ രാംഗോപാൽ യാദവ് ഒരു വിഭാഗം സമാജ്വാദി പാർട്ടി നേതാക്കളുമായി BJPയിൽ ചേരാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് രാജ്ഭറിന്റെ ആരോപണം. രാംഗോപാൽ യാദവ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബന്ധപ്പെട്ടതായും രാജ്ഭർ അവകാശപ്പെട്ടു. വിമത നീക്കം എന്ന റിപ്പോർട്ടുകൾ അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയും തള്ളി. എന്നാൽ സമാജ്വാദി പാർട്ടിയും NCP ശരത് പവാർ വിഭാഗവുമാണ് അടുത്ത ലക്ഷ്യങ്ങളെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പരാജയപ്പെട്ട മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ, ഒപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല്, ഇവ പാസാക്കിയെടുക്കുക BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ ഈ ബില്ലുകൾ കൊണ്ടുവരാനാണ് നീക്കം. പാസാക്കാൻ പ്രധാന കടമ്പ ലോക്സഭയിൽ 3-ൽ 2 ഭൂരിപക്ഷമാണ്. വർഷകാല സമ്മേളനത്തിന് മുമ്പായി രാജ്യത്ത് ഇനി എന്തെല്ലാം രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.